ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ. പിന്നെ ഇതൊന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷമുള്ള ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ സമോള് നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള ഭക്ഷണം ഒക്കെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചിക്കണ്. അപ്പോൾ കൂട്ടാനും കാര്യങ്ങളൊക്കെ പിന്നെ ഇസൂന് ബീട്രൂട്ട് ഉപ്പേരിയാണ് കൊടുത്തയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുള്ള ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് ചിക്കന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ചു. പേസമോൾ നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുമ്പാൻ പോകാനും അതേപോലെ കുളിക്കാനൊക്കെ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും. കാരണം പിന്നെ ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല വീഡിയോയിൽ. എപ്പോഴും ഈ ഒരു പിന്നെ ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ കാര്യങ്ങൾ. അപ്പോൾ സാഹചര്യത്തിൻ്റെ ഒരു കുറവ് മൂലം പിന്നെ ഇങ്ങനത്തെ വീഡിയോസുള്ളൂ ഇടാൻ പറ്റുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കറിയും കാര്യങ്ങളൊന്നും വെക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് ചെറുതായിട്ട് ഇങ്ങനെ വറ്റിച്ച് അരകൊടുക്കന് വെക്കാൻ വിചാരിച്ചിട്ടാണ്. കറിയോടുക്കനല്ല വെക്കണത്. പിന്നെ അരവ് ഉണ്ടായാൽ മതി, അങ്ങനെ ചോറ് വേവിക്കും. അപ്പോൾ അതിന് ചിക്കനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം പിന്നെ ചിക്കന് നല്ല അത് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി വല്ല കറിയും കാര്യങ്ങളും വെക്കുമ്പോൾ അതൊക്കെ ഇടാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇസ് സ്കൂൾക്ക് പോയതിന് ശേഷം പിന്നെ ഹെസമോൾക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ ഉച്ചക്കുള്ള ഈ ഒരു പിന്നെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്. ഇനി എനിക്ക് തിരുമ്പാൻ പോകണം, അതേപോലെ തന്നെ ഹെസമോൾ കുളിപ്പിക്കണം. എനിക്കിതേപോലെ ചിക്കന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ്റെ കറിയായിട്ട് പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് പിന്നെ ഇസുവിനൊക്കെ കുറച്ച് കറി വേണം. എനിക്കാണെങ്കിൽ തീരെ കറി പറ്റൂല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വറ്റിക്കാനൊന്നും നിന്നില്ല. ചെറുതായിട്ട് പിന്നെ കറി എടുത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഹെസമോളും കുളിക്കാൻ വേണ്ടിയിട്ട്, കുളിക്കാനല്ല കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തിരുമ്പിന് ശേഷം പിന്നെ ഹെസമോളെ കുളിപ്പിക്കണം. പിന്നെ അത്യാവശ്യം എനിക്ക് എന്നും തിരുമ്പാൻ ഉണ്ടാവും. കാരണം ഒന്നാമത് ഇസുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ പിന്നെ ദിവസം തിരുമ്പിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ തിരുമ്പലാണ്. പിന്നെ കൂടുതൽ ഒന്നൊരു ദിവസം വെച്ചിട്ടൊക്കെ തിരുമ്പിയാൽ മതി. ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അല്ല നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസം അത്യാവശ്യം നല്ല തിരുമ്പുണ്ടാവും. അങ്ങനെ അത്യാവശ്യം തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല തിരുമ്പണതും കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് തുണികൾ തിരുമ്പിട്ടതുണ്ടായിരുന്നു, അത് എടുക്കാണ്ട്. എന്നിട്ട് വേണം തുണികൾ തോരിയിടാൻ വേണ്ടിയിട്ട്. ഹെസമോളിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. ഓളിൻ്റെ ഓരോ ഭാഗത്തു കൂടെ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എവിടെയൊക്കെ പോയിരുന്നു വെച്ചാൽ എൻ്റെ കൂടെ തന്നെ ഓൾ പോരും. പിന്നെ വീഡിയോയിലോളെ വല്ലാതെ കാണുന്നില്ല. കാരണം ഓള് പിന്നെ ഞാനൊരു മുണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, അതൊക്കെ ഓള് ഊരിക്കുകയാണ്. ഈ തുണികൾ ഇന്നലെ തിരുമ്പിട്ടതാട്ടോ. പിന്നെ വല്ലാതെ ഉണക്കും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഞാൻ അടുപ്പിച്ചിട്ടതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ കട്ടിയുള്ള വസ്ത്രങ്ങളൊന്നും കൂടുതലായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള തുണികൾ തോരിടാൻ വേണ്ടി നിൽക്കണം. പിന്നെ ഞാൻ നല്ലോണം കുടഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ കയറ്റൽ ഡ്രസ്സുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓമരപ്പുഴുക്കൾ ഉള്ളൊരു സമയമാണ് ഈ വെയിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അത് വീടിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഓമരപ്പുഴുവിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കുടഞ്ഞിട്ടുള്ളൂ ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് വെക്കണത്. ഇനി ഇതിന് ശേഷം സിറ്റോട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടിയും കുടയും. എന്നിട്ടുള്ളൂ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുക. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ ഒരുവിധം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണങ്ങാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകൾ തോരിടാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ എനിക്ക് ഇനി കുളിക്കണം, ഹെസമോളെ കുളിപ്പിക്കണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം കൂട്ടാനും കാര്യങ്ങളുമായി ചോറ് വയ്ക്കണം, അടിച്ചൊരു തുടച്ച്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ചെറിയൊരു വീഡിയോ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ട് സിമ്പിൾ ഇട്ടാലും മതി. പിന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.